ശ്രീനിവാസന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ വീട്ടിൽ നിന്നും ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി മാറ്റുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ടൗൺ ഹാളിലായിരിക്കും പൊതുദർശനം. കൂടുതൽ ആളുകൾക്ക് വന്നു പോകുന്നതിനുള്ള സൗകര്യങ്ങൾ അവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്. അവിടെ ആളുകൾക്ക് എത്തി അന്തിമ ഉപചാരം അർപ്പിക്കാം. ഇതിനകം തന്നെ അവിടെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അവിടെ പൊതുദർശന ചടങ്ങുകൾ ടൗൺ ഹാളിൽ നടക്കും. അതിനുശേഷം വീട്ടിലേക്ക് വരും. മുഖ്യമന്ത്രി ടൗൺ ഹാളിലെത്തി പൊതുദർശനം അന്തിമ ഉപചാരം അർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാണ്. ശ്രീനിവാസന്റെ മൃതദേഹം കൊച്ചി എറണാകുളം ടൗൺ ഹാളിലേക്ക് മാറ്റുകയാണ്. കൂടുതൽ ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയുള്ള പൊതുദർശനം അവിടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വീട്ടിൽ നിന്നും ടൗൺ ഹാളിലേക്ക് മൃതദേഹം മാറ്റുകയാണ്. അവിടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടെ എത്തി അന്തിമ ഉപചാരം അർപ്പിക്കും. വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിൽ വെച്ചപ്പോൾ നിരവധി ആളുകളെത്തി അവിടെ അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തെ അനുസ്മരിച്ചു. സിനിമാ മേഖലയിലെ പ്രമുഖരൊക്കെ അവിടെ എത്തി മടങ്ങി. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ ടൗൺ ഹാളിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ആംബുലൻസ് പുറപ്പെടാൻ ഒരുങ്ങിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും സിനിമാ പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ അടുപ്പമുള്ളവരൊക്കെ അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരാധകരുണ്ട്, നാട്ടുകാരുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ അവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. മൃതദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ ടൗൺ ഹാളിലേക്കുമായി പുറപ്പെടും. ആംബുലൻസിലേക്ക് മൃതദേഹം കയറ്റി കഴിഞ്ഞു. ഇനി അവിടുന്ന് പുറപ്പെടണം. വീടിന് സമീപത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. ശ്രീനിവാസന്റെ മൃതദേഹം ടൗൺ ഹാളിലേക്ക് മാറ്റുകയാണ് വീട്ടിൽ നിന്നും. നടൻ മോഹൻലാൽ നേരത്തെ ന്യൂസ് 18നോടും അദ്ദേഹം അനുസ്മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: യാത്ര പറയാതെ ശ്രീനി മടങ്ങി. ശ്രീനിയുമായുള്ള ആത്മബന്ധം വാക്കുകളിൽ എങ്ങനെ ഒതുക്കുമെന്നറിയില്ല. സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവർ എന്ന നിർവചനത്തിനും എത്രയോ മുകളിലായിരുന്നു ഞങ്ങളുടെ സ്നേഹബന്ധം. ഓരോ മലയാളിക്കും ശ്രീനിയോടുള്ള ആത്മബന്ധവും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. മലയാളി തൻ്റെ സ്വന്തം മുഖം ശ്രീനി സൃഷ്ടിച്ച കഥാപാത്രങ്ങളിൽ കണ്ടു. സ്വന്തം വേദനകളും സന്തോഷങ്ങളും ഇല്ലായ്മകളും അദ്ദേഹത്തിലൂടെ സ്ക്രീനിൽ കണ്ടു. മധ്യവർഗത്തിൻ്റെ സ്വപ്നങ്ങളും സ്വപ്നഭംഗങ്ങളും ആവിഷ്കരിക്കാൻ ശ്രീനിയെപ്പോലെ അല്ലാതെ മറ്റാർക്ക് കഴിയും? ഞങ്ങൾ ഒന്നിച്ച കഥാപാത്രങ്ങൾ കാലാതീതമായി നിലനിൽക്കുന്നുണ്ട്. ശ്രീനിയുടെ എഴുത്തിലെ മാജിക് ഒന്നുകൊണ്ട് മാത്രമാണ് അത്. ദാസനും വിജയനും ഏതൊരു മലയാളിക്കും സ്വന്തം ആളുകളായി മാറിയത് ശ്രീനിയുടെ അനുഗ്രഹീതമായ രചനാവൈഭവം ഒന്നുകൊണ്ടാണ്. സമൂഹത്തിൻ്റെ പ്രതിഫലനമായിരുന്നു അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ. വേദനയെ ചിരിയിൽ പകർത്തിയ പ്രിയപ്പെട്ടവൻ. സ്ക്രീനിലും ജീവിതത്തിലും ഞങ്ങൾ ദാസനെയും വിജയനെയും പോലെ ചിരിച്ചും രസിപ്പിച്ചും പിണങ്ങിയും ഇണങ്ങിയും എക്കാലവും സഞ്ചരിച്ചു. പ്രിയപ്പെട്ട ശ്രീനിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഇതാണ് മോഹൻലാലിൻ്റെ വാക്കുകൾ. മോഹൻലാലും ശ്രീനിവാസനും തമ്മിലുള്ള കൂട്ടുകെട്ട് ഓർത്തെടുക്കുമ്പോൾ മലയാളികൾക്ക് നാടോടിക്കാറ്റും അതിൻ്റെ സീരീസായി ഇറങ്ങിയ ചിത്രങ്ങളും ഒരിക്കലും മറക്കാൻ കഴിയില്ല. ദാസനും വിജയനും എന്ന കൂട്ടുകെട്ട്, അതിലൂടെ അവർ പങ്കുവെച്ച വികാരങ്ങൾ, മലയാളികളുടെ അന്നത്തെ പൊതുസമൂഹം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, യുവാക്കളുടെ തൊഴിലില്ലായ്മയടക്കമുള്ള ക്ലേശങ്ങളൊക്കെ പ്രതിഫലിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ കടന്നുപോയ അനുഭവങ്ങളും മോഹൻലാൽ ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കുകയാണ്. ഇണങ്ങിയും പിണങ്ങിയും എന്ന വാക്ക് മോഹൻലാൽ ഓർക്കുന്നു. നമുക്കറിയാം, ഇടക്കാലത്ത് മോഹൻലാലിൻ്റെ ഒരു വിമർശനത്തിന് പോലും ശ്രീനിവാസൻ തയ്യാറായി. പക്ഷേ അവർക്കിടയിലുള്ള ആത്മബന്ധത്തിനും സ്നേഹബന്ധത്തിനും അതൊരു തടസ്സവുമായില്ല. ഉദയനാണ് താരം എന്ന സിനിമയിലൂടെ സിനിമയ്ക്കുള്ളിലെ സിനിമ പറയാൻ ശ്രീനിവാസൻ തയ്യാറായപ്പോൾ അതിൽ നായകനായത് മോഹൻലാൽ തന്നെയായിരുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതായത് ഒരു സിനിമ എന്നത് ഒരു താരത്തിൻ്റേതല്ല, ഒരു അഭിനേതാവിൻ്റേതല്ല. അതിന് പിന്നിൽ ഒരു വലിയ പിൻനിരയുണ്ട്. അവരാണ് സിനിമയുടെ ബുദ്ധി കേന്ദ്രം എന്നതാണ് ശ്രീനിവാസൻ അതിലൂടെ പറയുന്നത്. അതും മോഹൻലാൽ എന്ന നായക കഥാപാത്രത്തിലൂടെ തന്നെയാണ് ശ്രീനിവാസൻ ആ സിനിമയിൽ പങ്കുവച്ചത്.
ഏറ്റവും വൈകാരിക വായ്പകളോടെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മോഹൻലാൽ ശ്രീനിവാസനെ അനുസ്മരിച്ചത്. വിയോഗം, അതുണ്ടാക്കുന്ന വിടവ് അദ്ദേഹത്തിന് വിശ്വസിക്കാനാവില്ല. ഒരിക്കൽ കൂടി കേൾക്കാം മോഹൻലാലിൻ്റെ വാക്കുകൾ. ശ്രീനിവാസൻ നമ്മളെ വിട്ടുപോയെന്ന് നമുക്ക് പറയാൻ തോന്നുന്നില്ല. അങ്ങനെ അല്ലല്ലോ, ഇത്തരം ആൾക്കാര് നമ്മളെ വിട്ടു പോകുന്നില്ല. അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെയും അദ്ദേഹത്തിന്റെ കഥകളിലൂടെയൊക്കെ നമ്മൾ അദ്ദേഹത്തെ എപ്പോഴും ഓർക്കും. അങ്ങനെ ഓർക്കാനാണ് എനിക്കും ഇഷ്ടം. എന്തായാലും അദ്ദേഹത്തിന് തീരെ സുഖമില്ലായിരിക്കുന്ന ഒരു സമയമായിരുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് സുഖമില്ലാതായി. പെട്ടെന്നല്ലേ അറിയുന്നത്. അങ്ങനെ ഒരു അറിയുമ്പോൾ തന്നെ പ്രത്യേക ഒരു മാനസികാവസ്ഥയാണല്ലോ. കാര്യം ഒരു നടൻ എന്നുള്ള രീതിയിലല്ലല്ലോ ഞാൻ ശ്രീനിവാസനെ കാണുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഞങ്ങളെ കാണുന്നതൊക്കെ. അതിലുപരിയുള്ള ഒരു ബന്ധമായിരുന്നു കുടുംബപരമായിട്ടും. സിനിമയുടെ തുടക്കം മുതൽ അദ്ദേഹം ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പൊ എന്റെ യാത്രയിലും ഒക്കെ സുപ്രധാനമായ പങ്കുവഹിച്ച ഒരാളാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ കഥകൾ, ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച സിനിമകളൊക്കെ മലയാള ഇടയിലുള്ള ആൾക്കാർക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് സിനിമകൾ സംഭാവന ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ ഞാനുമായിട്ടുള്ള സിനിമകളല്ലാത്ത സിനിമകൾ പോലും സമൂഹത്തിന് നേരെ ഒരുപാട് സർക്കാസ്റ്റിക് കോമഡികളിലൂടെ ഒരുപാട് സർക്കാസം കാഴ്ചവെച്ച ആളാണ്. അങ്ങനെ ഒരാള് നമ്മളെ വിട്ടു പോകുമ്പോഴുള്ളൊരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് എല്ലാവരും. നഷ്ടം എന്ന് പറയുന്നില്ല, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യം. ഇതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിൽ വളരെയധികം ആൾക്കാർ നമ്മളെ വിട്ടു പോവുകയാണ് മലയാള സിനിമയിൽ ഏറ്റവും. അപ്പൊ അതിന്റെ കൂടെ അങ്ങ് ആ ഒരു ചിന്തയിൽ നിൽക്കുമ്പോൾ വല്ലാത്ത സങ്കടം തന്നെയാണ് ഉണ്ടാകുന്നത്. മോഹൻലാലിൻ്റെ വാക്കുകൾ ഓർത്തെടുക്കുന്നത് അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു സങ്കടം ഒന്നോർത്ത് നോക്കുക. മലയാളത്തിൻ്റെ ഒരു പറ്റം കഥാകാരന്മാരെ, മലയാള ചലച്ചിത്ര പ്രവർത്തകരെയാണ് നമുക്ക് അടുത്തയിടങ്ങളായി നഷ്ടപ്പെടുന്നത്. കാലം അങ്ങനെയാണ്, ശരി തന്നെയാണ്. പക്ഷേ ഒരു തലമുറയുടെ പിന്മുറക്കാരായിരുന്ന, ഒരു തലമുറയുടെ പ്രതീകങ്ങളായിരുന്ന ആളുകളാണ് നഷ്ടമാവുന്നത് എന്നതാണ്. അവരുടെ നഷ്ടം പലപ്പോഴും നമുക്ക് ഓർത്തെടുക്കാനാവുന്നത് അവർ നമുക്ക് നൽകിയ സൃഷ്ടികളുടെ വളർച്ച കൂടിയാണ്. അവർ സമൂഹത്തിന് നൽകിയ അവരുടെ പങ്ക് എത്ര വലുതായിരുന്നു എന്ന് തെളിയിക്കുമ്പോൾ കൂടിയാണ്, അത് ഓർത്തെടുക്കുമ്പോൾ കൂടിയാണ് അവരുടെ വിടവിൻ്റെ വലിപ്പം വലുതാവുന്നത്. അതുകൊണ്ടുകൂടിയാണ് മോഹൻലാൽ അടക്കം ഓർത്തിരിക്കുന്നത്. തൻ്റെ സഹപ്രവർത്തകരായ നിരവധി ആളുകളെ ആണ് നഷ്ടപ്പെടുന്നത്. അടുത്തിടെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് മോഹൻലാൽ പങ്കുവെച്ച ഒരു കാര്യമുണ്ട്. ഒരു സിനിമയിലെ ഒരു രംഗത്തിൻ്റെ ചിത്രമാണ്, സ്റ്റിൽ ഫോട്ടോയാണ്. ആ ഫോട്ടോയിൽ മോഹൻലാൽ ഒഴികെ മറ്റാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്ന യാഥാർത്ഥ്യം അദ്ദേഹം പങ്കുവെക്കുകയായിരുന്നു. സമാനമായ ഒരു പങ്കുവയ്ക്കൽ കൂടിയാണ് ശ്രീനിവാസൻ്റെ ഈ വിയോഗ സമയത്ത് മോഹൻലാൽ ഓർത്തെടുക്കുന്നത്. കാരണം അടുത്തിടെ നഷ്ടമാവുന്ന ആളുകളുടെ എണ്ണം നിരവധിയാണ് എന്നത് അതൊരു യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാൽ പോലും ശ്രീനിവാസൻ്റെ വിയോഗം ആ തരത്തിൽ കൂടി ഓർത്തെടുക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ച് സിനിമയെന്ന വലിയ സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോയ വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ. ഏറെ പരിമിതികൾ ഉണ്ടെങ്കിൽ കൂടിയും ശ്രീനിവാസൻ്റെ സ്വപ്നങ്ങൾ അത് വളരെ വലിപ്പമുള്ളതായിരുന്നു. പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനകാലത്ത് അദ്ദേഹത്തിൻ്റെ സഹപാഠിയായി ഉണ്ടായിരുന്ന രജനീകാന്ത് പിന്നെ തെന്നിന്ത്യയിലെ സൂപ്പർ സ്റ്റാറായി മാറി. ഓർത്തെടുക്കുന്നു രജനീകാന്ത് ശ്രീനിവാസനെ ഇങ്ങനെ. It is shocking to know that my good friend Srinivasan is no more. He was my classmate in Film Institute. Excellent actor and a very good human being. Let his soul rest in peace. Thank you. രജനീകാന്ത് ന്യൂസ് 18 പ്രതികരിച്ച വാക്കുകളാണ് നമ്മൾ കേട്ടത്. രജനീകാന്ത് അദ്ദേഹത്തിൻ്റെ സഹപാഠിയെ ഓർത്തെടുക്കുകയാണ്, മികച്ച സിനിമാ പ്രവർത്തകനെ ഓർത്തെടുക്കുകയാണ് അദ്ദേഹം. മുമ്പ് പല അവസരങ്ങളിലും ഇരുവരും കണ്ടുമുട്ടിയ അവസരങ്ങളിലൊക്കെ അവരൊന്നിച്ചുള്ള ചിത്രങ്ങളും അന്നത്തെ സിനിമാ അനുഭവങ്ങളൊക്കെ ഒന്നിച്ചുള്ള പഠന കാലയളവിലെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ശ്രീനിവാസനെ ഓർത്തെടുത്തതാണ് നമ്മൾ കണ്ടത്. ശ്രീനിവാസന് മലയാളം വീട്ടാ ചൊല്ലുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിൽ നിന്നും ടൗൺ ഹാളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അല്പസമയത്തുള്ളിൽ ടൗൺ ഹാളിൽ മൃതദേഹം എത്തിച്ചേരും. അതിനുശേഷം അവിടെ പൊതുദർശനം നടക്കും. അവിടെ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക് വന്ന് ശ്രീനിവാസനെ കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനുള്ള സൗകര്യം അവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടെ എത്തും. അങ്ങനെ ശ്രീനിവാസൻ വിട ചൊല്ലുമ്പോൾ മലയാളം അദ്ദേഹത്തിന് യാത്ര പറയുകയാണ്. അർഹിക്കുന്ന യാത്രയപ്പാണ് അദ്ദേഹത്തിന് നൽകുന്നത്. സിനിമാ ജീവിതത്തിനൊപ്പം ഒരു പൊതുജീവിയായി, ഒരു സാമൂഹ്യ ജീവിയായി വിവിധ മേഖലകളിൽ ഇടപെട്ടുകൊണ്ടിരുന്ന
വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ എന്ന വ്യക്തി. എന്തുകൊണ്ട് ശ്രീനിവാസൻ വ്യത്യസ്തനായ ഒരു സിനിമാ പ്രവർത്തകനാകുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. ശ്രീനിവാസൻ പങ്കുവച്ചതെല്ലാം സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളായിരുന്നു. ഒരുപക്ഷേ അല്പം നാടകീയത കടന്നും സാഹിത്യപരതയുമായി നിലനിന്നിരുന്ന സിനിമാ ലോകത്തെ യാഥാർത്ഥ്യങ്ങളുമായി, റിയലിസ്റ്റിക് ജീവിതങ്ങളുമായി ഒത്തുചേർത്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതാണ് ശ്രീനിവാസൻ സിനിമകളുടെ പ്രത്യേകത. ശ്രീനിവാസൻ സിനിമകൾ പങ്കുവയ്ക്കപ്പെടുന്നതും അതാണ്. സാധാരണക്കാരൻ്റെ ഭാഷയിൽ സംസാരിക്കുക, സാധാരണക്കാരൻ്റെ